തെരഞ്ഞെടുപ്പിൽ CPM തോറ്റതിന്റെ നിരാശ 2 ദിവസം കൊണ്ട് തന്നെ സഖാക്കൾക്ക് പൂർണ്ണമായി മാറി. ഇത്രയും ചെയ്തിട്ട് നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ഓർത്തെടുത്ത് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷ കക്ഷികളിൽ ഇരുന്നവരും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം സ്വന്തം പാർട്ടിക്കാർ തെരുവിൽ കിടന്ന് തമ്മിത്തല്ലുന്ന കാഴ്ചകളും അതിന്റെ ട്രോളുകളും കാണുമ്പോൾ ഇത് കേരളം അനുഭവിക്കേണ്ടതാണ്. വോട്ട് ചെയ്തവന്മാർക്ക് മുഴുവൻ ഇതിനേക്കാൾ മികച്ച കാഴ്ചകൾ, വിസ്മയങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകാനില്ല. ലേറ്റസ്റ്റ് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പിന്നെ ഞാനിന്ന് എന്തൊരു വിസ്മയം! വിസ്മയങ്ങൾ കണ്ട് കണ്ട് വയ്യ. 4 ദിവസം കൊണ്ട് തന്നെ വിസ്മയങ്ങൾ കണ്ട് മടുത്തു. തെരുവോരങ്ങളിൽ സ്വന്തം നേതാക്കന്മാരെ ഇറങ്ങി നിന്ന് പച്ചത്തെറിയും അപരാധം പറച്ചിലും എന്ന് പറഞ്ഞാൽ എതിർ പാർട്ടിയിലുള്ളതല്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായി എന്ത് വിമർശിച്ചു? 3 ദിവസമായിട്ട് നേതാക്കന്മാർക്ക് പൊങ്കാല പൊങ്കാല പൊങ്കാല. എത്ര നല്ല അണികളും, ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് നടക്കുന്നത്. ആ ജനാധിപത്യത്തിന്റെ ഉത്സവം കണ്ടിട്ട് നിങ്ങൾക്ക് കോരിത്തരിക്കുന്നില്ലേ? ഇതാണ് ജനാധിപത്യ പാർട്ടി. അടിമകളൊന്നുമല്ല, നമ്മൾ അടിമകളെന്നൊന്നും വിളിച്ചു കളയല്ലേ. ഇതൊക്കെയാണ് അടിമകൾ വരെ നാണിച്ചു പോകും. എന്തായാലും ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തെരുവോരങ്ങളിൽ സ്വന്തം നേതാക്കന്മാരെ പച്ച തെറി വിളിച്ചിട്ട് അലക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേതാക്കന്മാർക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ട് കേരളം ലോകത്തിന്റെ മുന്നിൽ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ഈ നാട് ഇങ്ങനെ ആയിരുന്നു കഴിഞ്ഞ 10 വർഷം. എത്ര അഭിമാനത്തോടെ പല മേഖലയിലും 1-ാം സ്ഥാനത്തെത്തി തല ഉയർത്തി നിന്നവരാണ്. എല്ലാം തുലച്ചില്ലേ? സംസ്കാര സമ്പന്നരായിട്ടുള്ള മലയാളികൾ എന്നൊക്കെയാണ് ഊറ്റം കൊണ്ടിരുന്നത്. കണ്ടില്ലേ സംസ്കാരം? തെരുവിൽ കാട്ടിക്കൂട്ടുന്ന സംസ്കാര പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും കാലം പിണറായിയുടെ ധാർഷ്ട്യം, ധിക്കാരം എന്നൊക്കെ പറഞ്ഞു നടന്നവർ ഇതിനെയൊക്കെ എന്ത് വിളിക്കും? ഒരു സിസ്റ്റത്തെ പ്രവർത്തിപ്പിക്കാൻ ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ് ഗൗരവതരമായ സ്വഭാവം. ആ ഗൗരവതരമായ സ്വഭാവം ഇല്ലാതെ ഇങ്ങനെ തെറി വിളിച്ച് നടക്കുന്നവർ ഒരു കാര്യം ചെന്ന് ഇത്രയും ഉദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല തന്നെ. അതുകൊണ്ട് അടുത്ത 5 വർഷം കേരളത്തിന്റെ അധോഗതി സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ഒരു കസേരയ്ക്ക് വേണ്ടി ഇത്രയും നാണം കെട്ട രീതിയിൽ മലയാളികളായിട്ടുള്ളവർ തെരുവിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ കണ്ടിട്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ മത അടിമകൾക്കും ഈ കാഴ്ചകൾ കാണുമ്പോൾ വലിയ സന്തോഷം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? തൃപ്തിയോടുകൂടി ഇരിക്കൂ. ഒരു നാടിനെ സിസ്റ്റമാറ്റിക്കായി അതിന്റെ പുരോഗതിയിലേക്ക് പതിയെ പതിയെ കടന്നു പോയപ്പോൾ കണ്ടിട്ട് സഹിക്കുന്നില്ല, വല്ലാത്ത ചൊറിച്ചിലായിരുന്നു. ഇനി തോറ്റതിൽ ഒരു നിരാശയുമില്ല. അടുത്ത 5 വർഷം കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നതിന്റെ ട്രയൽ വർഷം തിരുവോരങ്ങളിൽ തന്നെ നിറയുന്നുണ്ട്. ഇത്രയും ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം 10 വർഷം അഭിമാനപൂർവ്വം മലയാളികൾ തല ഉയർത്തി നിന്നെടുത്ത് നിന്ന് ലോകം കാണുമ്പോൾ ഇതിനുവേണ്ടി അവസരമൊരുക്കിയവരെ ലജ്ജിച്ച് തല താഴ്ത്തു.